കുരുമുളക് പൊടി മറക്കരുത് കേട്ടോ. കുരുമുളക് പൊടി ഈ മുളകിട്ട് വെക്കുന്നതിന് മത്തിക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടണം. വേവിച്ച് മത്തിക്ക് തിളപ്പിച്ചാർച്ച വേണം. അതിന് കുറച്ച് കൂടെ ഒഴിക്കട്ടെ. ഇന്ന് ചാറ് വേണം. മീൻ കപ്പയുണ്ട്. കറിവേപ്പില മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടല്ലോ. എല്ലാം ഇട്ടല്ലോ. ഇനി തിളക്കട്ടെ. ഇനി മീൻ ഇതിലേക്കിടാം. ഇനി ഇതിവിടെ കിടന്ന് 2 തവണ നല്ലോണം തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ട് അത് നല്ലോണം വേകട്ടെ. ഇനി നമുക്ക് കപ്പയൊന്ന്
വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതായതുകൊണ്ട് കേടൊന്നുമില്ല. കണ്ടോ, വേരോടെ കൊണ്ടുവന്നിട്ടുണ്ട് മോള്. ഇതൊക്കെ മോള് കൊണ്ടുവന്നാണ് വരുമ്പോൾ, മരുമോള്. നിങ്ങൾ വിചാരിക്കേണ്ട ജീസൊക്കെ മോളില്ലെന്നാണ്. പിന്നെ എൻ്റെ മോള് തന്നെ. ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക്. അരി അടുപ്പത്ത് കിടന്ന് വെന്തു. അരി വെന്തു, ഇനി ഊറ്റിയാൽ മതി. ഈ മീനും തിളച്ച് ഒന്നും വയ്ക്കുന്നില്ല, ഇതേ ഉള്ളൂ മതി. ഞാൻ മൈക്കൊക്കെ 2 മൈക്കുണ്ട് ഇപ്പം, ഒന്നും വെട്ടാറില്ല. മറന്നു പോലെ മൈക്കൊക്കെ ഞാൻ മറന്നു പോകും. ഇത് കൊത്തി കൈ വാരിയം കൊണ്ടിട്ട് അവിടെ തന്നെ വെന്തോളുമല്ലോ, പിന്നെ പണിയൊന്നുമില്ല. ഇനി ഇത് വെച്ചിരുന്നാൽ ചിലപ്പോൾ ചീത്തയായാലോ. 3-4 ദിവസമായില്ലേ. വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതായതുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് കേട് വരാത്തത്. ഇത് മേടിച്ചാലൊക്കെ കേട് വന്നിരുന്നു. മോളെല്ലാം കൊണ്ടുവന്ന് ചേമ്പ്, ചേന, എല്ലാ സാധനങ്ങളും പറമ്പിൽ നിന്ന് കൊണ്ടുവന്നുള്ളത്. ഇവിടുത്തെ പപ്പാളമൊക്കെ പോയില്ലേ, അപ്പോൾ പപ്പാളയും ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പപ്പാളയുടെ ഒരു ടിപ്പാണ് നിങ്ങളോട് പറയുന്നത്. അതായത് പഴുത്ത പപ്പാളങ്ങ നമ്മൾ പഴുത്ത പപ്പാളങ്ങ മോള് കൊണ്ടുവന്നിട്ടുണ്ട്. പപ്പാളങ്ങ ഇഷ്ടം മാതിരി. ഇവിടുത്തെ പപ്പാളമൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ ചെറുത് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുഖം ക്ലീൻ ആകുന്നതിനും മുഖത്തിന് ആരോഗ്യം വയ്ക്കുന്നതിനും മുഖത്തിന് തിളക്കം ലഭിക്കുന്നതിനും ഉള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യാതൊരു കൃത്രിമവുമില്ല, എല്ലാ വീട്ടിലും ഉള്ളതാണ് പപ്പാളങ്ങ. ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. കഴിഞ്ഞാണ് ഞാൻ മോൻ്റെ വീട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് അത് പോയി, നിറയെ കായുണ്ടായി. അപ്പോൾ പപ്പാളങ്ങ, പഴുത്ത പപ്പാളങ്ങ കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച്, മിക്സിയുടെ ചെറിയ ബൗളിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ അതൊരു ജാം പോലെ ആക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണ് കടലമാവ്, ഒരല്പം മഞ്ഞൾപ്പൊടി ഏതായാലും കുഴപ്പമില്ല. കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. വീട്ടിൽ ഉള്ള മഞ്ഞൾ, ഇതെനിക്ക് കഴിഞ്ഞ തവണ മോൻ്റെ അവിടെ പോയപ്പോൾ അവിടെ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി കൊണ്ടുവന്നാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം തൈര്. അപ്പോൾ പപ്പാളങ്ങയുടെ പൾപ്പ്, കടലമാവ്, മഞ്ഞൾപ്പൊടി, അത് കുഴയാനുള്ള തൈര്, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മുഖം കഴുകി വൃത്തിയാക്കിയിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മുഖം മുഴുവൻ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജിങ് ഒന്നും അന്നേരം ചെയ്യുന്നില്ല. ഒരു 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് കിടക്കുമ്പോൾ അത് നല്ലോണം ഉണങ്ങും. നല്ലോണം വെച്ച് ഓവർ ഉണങ്ങരുത്. ഓവർ ഉണങ്ങിയാൽ അത് മുഖത്ത് വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കും. അതേ സമയത്ത് ഒരു പാകത്തിന് ഉണങ്ങുമ്പോൾ ലേശം വെള്ളം സ്പ്രേ ചെയ്തിട്ട് അപ്പോഴാണ് നമ്മളൊന്ന് മസാജ് ചെയ്യുന്നത്. ഒരുപാട് വലിയ മസാജിങ് ഒന്നും, നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ച് മുഖം ഒന്ന് മസാജ് ചെയ്യുക. പെടലിക്ക് വിടണം കേട്ടോ. എന്നിട്ടത് വാഷ് ചെയ്ത് തുടച്ച് കഴിയുമ്പോൾ എന്തൊരു മനോഹരമായിരിക്കും എന്നറിയാം. മുഖം നല്ല തിളക്കവും കിട്ടും, നല്ല ഒരു ഗ്ലോയും കിട്ടും, മുഖത്തെ ടാനൊക്കെ മാറിക്കിട്ടും. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു പാക്ക്. ഇത് നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. എളുപ്പം ചെയ്യാവുന്നതല്ലേ. എന്തിനാ അതും ഇതൊക്കെ ഓരോരുത്തർ പറയുന്ന ഓരോന്നും വാരി നിങ്ങൾ മുഖത്തിടരുത്. മുഖത്ത് ഈ സിമ്പിളായിട്ട് ഇതൊക്കെ നല്ലതല്ലേ. അതുപോലെ വേറൊന്നാണ് തക്കാളിയും തൈരും, ഇത്ര ബെസ്റ്റായിട്ടുള്ള കാര്യം. ഇനി പപ്പാളങ്ങ പഴുത്തുണ്ടല്ലോ, മുഖത്തിന് വളരെ ആരോഗ്യം തരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം.
മീൻ കിടന്ന് തിളച്ച് പാകമാകുന്നു. ഇനി ടീച്ചറ് ഈ കപ്പയൊന്ന് കൊത്തട്ടെ. ഇത് ചവിട്ടി കപ്പ ഒന്ന് കൊത്തട്ടെ. കഴുകിയിട്ട് കൊത്താം. ഈ പായ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികളെ. നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, എന്നാലും ഞാൻ പപ്പാളങ്ങ കണ്ടപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. വന്നില്ല, അവൾ കുറച്ച് വൈകുന്ന ഏതോ മീറ്റിംഗില്ലാത്ത. മാഷ് ചോദിക്കുകയായിരുന്നു എതിന് വന്നില്ലായിരുന്നു നമ്മളെ സർവീസ് കുട്ടി. അതൊക്കെ ഞാൻ ഒതുക്കിക്കണം കേട്ടോ. എല്ലാം കാണും എനിക്ക് കപ്പ എന്താ ചൂടാക്കണം. ചൂടാക്കണ്ട, വില എടുത്തു പിന്നെ വില പൊരിച്ചു തരാം. ഒന്നുകൂടെ ചൂടാക്കി തരാം. ഈ ചാറോടുകൂടിയാണ് മീൻ വയ്ക്കുന്നത് കേട്ടോ. ഞാൻ കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നു. ഇനി ഇത് ഞാൻ തിരുതാക്കി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ ഞാനൊരു ടിപ്പ് നിങ്ങളോട് പറഞ്ഞു. ഇന്ന് ഇവിടെ സാമ്പാറും ഇന്നത്തെ കുറച്ച് മത്തി ഇരുന്ന് പൊരിച്ചിട്ടുണ്ട്. അയല കറി വെച്ചു, കപ്പ പുഴുക്ക്, വേറെ ഒന്നുമില്ല. കപ്പ ഞാൻ കൊത്തിക്കൊണ്ടിരിക്കുന്നു, അരിഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കൊത്തിക്കൊണ്ടിരിക്കുന്നു കപ്പ. നല്ല കപ്പയാണ്, വീട്ടിലുണ്ടായ കപ്പയല്ലേ. നല്ല കപ്പയാണ്. ഇതിങ്ങനെ ഇത്രയും വലിപ്പത്തിൽ കൊത്തിയിടും. എന്നിട്ട് മേതൊക്കെ വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേകുമ്പോൾ അതിന് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് തേങ്ങ എന്നും ഞാൻ ഇടില്ല. ഇത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയില്ല, മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇടും. നന്നായിട്ട് കുഴച്ചെടുത്ത് ഇത്തിരി കറിവേപ്പില ഊരിയിടും. ബസ്, വേറെ ഒന്നും വേണ്ട. കപ്പപ്പുഴുക്കിന് പണ്ടൊക്കെ എൻ്റെ വീട്ടിലും ഞാനും ഒക്കെ നമ്മളൊക്കെ തോരൻ ചതയ്ക്കുന്ന അരവില്ലേ, അത് ഇടുമായിരുന്നു. അതിട്ട് കുഴയ്ക്കുമായിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട. ഇപ്പം 5 സ്റ്റാർ ഹോട്ടലുകളിലും വലിയ മാരേജിൻ്റെ റിസപ്ഷനിലുമൊക്കെ ആ തീന്മേശ അലങ്കരിക്കുന്നത് മെയിൻ ഫുഡ് കപ്പയാണ്. അപ്പോൾ ഇനി ഈ കപ്പ കുഴച്ച് വയ്ക്കുന്നതും കൂടെ ഉള്ളൂ. അത് ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ, ചെയ്യുന്നില്ല. കാരണം വീഡിയോ ഒരുപാട് നീളത്തിലാവും. ഞാൻ കുഞ്ഞു കുഞ്ഞു ഷോർട്ടല്ലേ ഇടാറില്ല. ഇതവിടെ കിടന്ന് കുടംപുളിയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ മോള്. മതി, നല്ല പുളിയാണ്, നല്ല കുടംപുളി. ഇനി ഇത് നിങ്ങൾ കണ്ടണ്ട. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് വേകട്ടെ, കുറുകി വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കപ്പ അരിഞ്ഞുകൊണ്ട് അടുപ്പത്ത് വയ്ക്കും, അത് കുഴച്ച് വയ്ക്കും. സാമ്പാർ രാവിലത്തെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ. ഇന്നലത്തെ കുറച്ച് കുഞ്ഞമ്മത്തിന് അത് വറുത്തു. ഇന്ന് മേടിച്ച അയല കൂട്ടാൻ വെച്ചു, കപ്പപ്പുഴുക്ക്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ വാരിക്കോരി തരണം. ഈ പച്ചക്കപ്പ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലത്. ബായ്. എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു. ഞാൻ പച്ചക്കപ്പ തിന്നുണ്ടോ? എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.